ടു കോമേഴ്സ് ഫാമിലി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൈൻഡ്സ് ഓഫ് ഇൻസെന്റീവിനെ പറ്റിയാണ്. ഓക്കെ, അപ്പം ഇത് അറിയത്തില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാമോ എന്നൊന്ന് ചോദിച്ചു നോക്കുക. അവർക്ക് അറിയത്തില്ലെങ്കിൽ അവരും പഠിക്കട്ടെ, എന്നിട്ട് നിങ്ങളും പഠിക്കുക, ഒന്നിച്ചിരുന്ന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല, കൈൻഡ്സ് ഓഫ് ഇൻസെന്റീവ് എപ്പോഴും നമുക്ക് 2 മാർക്സിന് അല്ലെങ്കിൽ 4 മാർക്സിനൊക്കെ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ വെറുതെ നമ്മൾ ചുമ്മാ പഠിച്ചില്ലാതെ അതുകൊണ്ട് 4 മാർക്ക് 2 മാർക്ക് പോകുന്ന മോശമാണല്ലോ. അപ്പം അങ്ങനെ ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം മിസ് ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഒരു ഷോർട്ട് വീഡിയോ ആണ്, ഇപ്പം തന്നെ തീരും കേട്ടോ, പെട്ടെന്ന് തന്നെ തീരുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് നോക്കാം കൈൻഡ്സ് ഓഫ് ഇൻസെന്റീവ്. ആദ്യം തന്നെ ഇൻസെന്റീവ് എന്താ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? വാട്ട് ഇസ് ഇൻസെന്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിന് കുറച്ച് പൈസ തരുന്നു, അല്ലെങ്കിൽ കുറച്ച് സന്തോഷം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നല്ലൊരു അപ്രീസിയേഷൻ കിട്ടുന്നു, ഇതിനെയൊക്കെ നമുക്ക് ഇൻസെന്റീവ് എന്ന് പറയാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പം അതിനെയാണ് ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് ഇൻസെന്റീവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാനായിട്ട് പറ്റും? ദർ ആർ 2 കൈൻഡ്സ് ഓഫ് ഇൻസെന്റീവ്. ഒന്ന് ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്. അപ്പോൾ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊരു നോണും കൂടെ ഇട്ട് കഴിഞ്ഞാൽ 2 കൈൻഡ്സ് ഓഫ് ഇൻസെന്റീവ് ആയി. ഓക്കെ, അതുപോലെ പഠിക്കാൻ മടിയുള്ളവരാണെങ്കിൽ അങ്ങനെ ഓർക്കുക, ഒന്ന് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്, അപ്പുറത്തേത് എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെ അപ്പുറത്തൊരു നോൺ എഴുതുക, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്. ഇനി ഈ ഫിനാൻഷ്യൽ ഇൻസെന്റീവിന്റെ താഴെ ആരൊക്കെ വരുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കണം, അല്ലെ? അപ്പം അതിന് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് 7-8 പോയിന്റ് കാണുന്നുണ്ട്, പഠിക്കാൻ മടിയാ, സാരമില്ല, 4 പോയിന്റ് പഠിച്ചാൽ മതി. 4 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനാണ് കൂടുതലും ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം, ഒരു 4 പോയിന്റ് നമുക്ക് പഠിച്ചേക്കാം, അല്ലെ? ഫസ്റ്റ് വൺ, പേ ആൻഡ് അലവൻസ്, അല്ലെ? നമ്മൾ എന്തൊരു പണി ചെയ്താലും നമുക്ക് അതിന് പേ ആൻഡ് അലവൻസസ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെന്റീവ്. അപ്പോൾ ഇവിടെ വരുന്നത് ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി മീൻസിൽ പൈസയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സംഭവമാണ്. പേ ആൻഡ് അലവൻസ് പൈസയായിട്ട് കൈ കിട്ടും, അല്ലെ? പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ആൻഡ് ഇൻസെന്റീവ് അതും പൈസയായിട്ട് കൈ കിട്ടും. ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, ഇതൊക്കെ നമുക്ക് എന്താണ്, പൈസയായിട്ട് മോണിറ്ററി മീൻസിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്, 4 പോയിന്റ് നമ്മൾ പഠിച്ചു, 4 എണ്ണം നോക്കിയാൽ മതി. അടുത്ത നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവിന്റെ കേസിൽ കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സ്റ്റേറ്റസ് അല്ലെങ്കിൽ പദവി, അല്ലെ? നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജോബിനെക്കാളും കൂടുതൽ അല്ലെങ്കിൽ ജോബ് പൊസിഷനേക്കാളും കൂടുതൽ ഒരു നല്ല വലിയൊരു ജോബ് പൊസിഷൻ കിട്ടുന്നു. ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നു. കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി, നമ്മുടെ കരിയറിന് കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടുന്ന ഒരു അവസരം വരുന്നു. ജോബ് എൻറിച്ച്മെന്റ്, പിന്നെ ജോബ് സെക്യൂരിറ്റി, ഇതൊക്കെ എന്ന് പറയുന്നത് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. ഇൻസെന്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ ലഭിക്കുന്നുണ്ട്, പക്ഷെ പൈസ ആയിട്ടല്ല, അതല്ലാതെ വേറെ കുറച്ച് ഗുണങ്ങളായിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അതിനെയാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം, ഇൻസെന്റീവ്, ദർ ആർ 2 കൈൻഡ്സ് ഓഫ് ഇൻസെന്റീവ്. ഒന്ന് ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്, ഒന്ന് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻസെന്റീവിന്റെ താഴെ വരുന്ന 4 പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പേ ആൻഡ് അലവൻസ് എന്തൊക്കെയായിരുന്നു? പ്രൊഡക്ടിവിറ്റി ലിങ്ക് വേജ്, ബോണസ്, പിന്നെ പ്രോഫിറ്റ് ഷെയറിംഗ്. അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവിന്റെ താഴെ 4 പേര് വരുന്നുണ്ട്, അല്ലെങ്കിൽ 5 പേരെ പറ്റി പഠിച്ചോ, വെറുതെ ഇരിക്കട്ടെ, ഒരെണ്ണം മറന്നു പോയി കഴിഞ്ഞാൽ മറ്റേത് ഇടുതാമല്ലോ, അല്ലെ? സ്റ്റേറ്റസ് ഉണ്ട്, ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ഉണ്ട്, ജോബ് സെക്യൂരിറ്റി, ജോബ് എൻറിച്ച്മെന്റ്, ഇതൊക്കെയാണ് നമ്മുടെ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇനിയും നിങ്ങൾ ഇൻസെന്റീവിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞ് നോക്കിയിരിക്കരുത്, നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, 2 കൈൻഡ്സ് ഓഫ് ഇൻസെന്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ആണെന്നറിയാം, അതിന്റെ താഴെ വരുന്ന 4 പോയിന്റ് അറിയാം. 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കുറെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.